Hello dears, welcome back to Zala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നില്ലേ? സോ നിങ്ങളിത് അടിച്ചു പൊളിച്ച് കുറേ ലൈവുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എന്താണ് കുറേ ചാപ്റ്റേഴ്സും അതുപോലെ കുറേ സബ്ജക്റ്റുകൾ, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകളെല്ലാം നമ്മൾ ലൈവിലൂടെയും കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തിരുന്നു. ഇനി നിങ്ങൾക്ക് ലൈവിലൂടെ അത് ലഭിക്കും. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വീഡിയോ നോക്കാം. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ കാണാൻ പറ്റും അല്ലേ? ഇപ്പം പെണ്ണ് കാണാൻ പറ്റും, ബുക്ക് കാണാൻ പറ്റും. ഇപ്പം മിസ്സിൻ്റെ ചുറ്റും നോക്കിയതാ ഫോൺ മിസ്സിന് കാണുന്നുണ്ട്, മൗസ് മിസ്സിന് കാണുന്നുണ്ട്, ദെൻ സാനിറ്റൈസർ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് നമ്മുടെ ചുറ്റും നോക്കിയാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റുകളൊക്കെ നമുക്കൊന്ന് തരം തിരിച്ചാലോ, ഒന്ന് കാറ്റഗറൈസ് ചെയ്യാലോ. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ. മിസ് വാട്ടർ ആണ് മെയിൻ ആയിട്ട് എടുക്കുന്ന ആള്. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നതും സിങ്ക് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മക്കളെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്ക് നോക്കാം എങ്ങനെയാണ്, ഏതെല്ലാം ഒബ്ജക്റ്റുകളാണെന്ന്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഡെയിലി ലൈഫിൽ ഒരുപാട് ചെയ്ത കാര്യമായതുകൊണ്ട് മിസ് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് കുറച്ച് ഒബ്ജക്റ്റുകളെ കണ്ടുപിടിച്ച് അതെങ്ങനെ നമുക്ക് ഫ്ലോട്ട് ചെയ്യുന്നതും സിങ്ക് ചെയ്യുന്നതും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം മിസ് കുറച്ച് ബീക്കറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് മിസ്സിന് കിട്ടുന്ന സാധനങ്ങളെല്ലാം മിസ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെ ഒരു കഷ്ണം ഇട്ടു, ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഇട്ടു, കുറച്ച് കല്ലിട്ടു, കുറച്ച് പച്ചക്കറി ഇട്ടു, കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടു, ഗ്ലാസ് ഇട്ടു, അങ്ങനെ കുറച്ച് പെന്ന്, ബുക്ക് തുടങ്ങിയിട്ടുള്ള, ബുക്ക് വേണ്ട പേപ്പർ തുടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മിസ് ഇങ്ങനെ എന്ത് ചെയ്യാണ് അതിലോട്ട് ഇട്ടു എന്ന് വിചാരിച്ചോ. ഏതൊക്കെ മുങ്ങിക്കിടക്കും, ഏതൊക്കെ പൊങ്ങിക്കിടക്കും, എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇതാ നോക്കിക്കോളൂ. എന്താണ്, യു മേ ഹാവ് നോട്ടീസ് ദാറ്റ് വിത്ത് സം ലിക്വിഡ്, ഓരോരോ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആക്ടിവിറ്റികളിൽ ചില ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലത് ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ചിലത് സിങ്ക് ചെയ്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റും. സം ഓഫ് ദിസ് മെറ്റീരിയൽ ദാറ്റ് ഡിഡ് നോട്ട് മിക്സ് വിത്ത് വാട്ടർ ഫ്ലോട്ടഡ് ടു ദ സർഫസ് ഓഫ് ദ വാട്ടർ. അപ്പോൾ ചിലത് ഫ്ലോട്ട് ചെയ്യുന്നു, ചിലത് സിങ്ക് ചെയ്യുന്നു, മുങ്ങിക്കിടക്കുന്നു, പൊങ്ങിക്കിടക്കുന്നു അല്ലേ? അപ്പോൾ ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ഫ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഫ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, പൊങ്ങിക്കിടക്കാന്ന് അർത്ഥം അല്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞു ഡോള്, ഒരു പ്ലാസ്റ്റിക് ഡോള് നിങ്ങൾ എടുത്തു, ഇതേപോലെ ഒരു ഡക്കിൻ്റെ ഒരു ഡോൾ എടുത്തു എന്നുണ്ടെങ്കിൽ അതെന്താണ് അവസ്ഥ? അതിങ്ങനെ ഫ്ലോട്ടായിട്ട് ഇങ്ങനെ പാറി നടന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അതെന്താണ്, ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആണ് പ്ലാസ്റ്റിക്സ് നമുക്ക് പറയാം. അതുപോലെ ബലൂൺസ് എടുത്തോ, നിങ്ങൾ കുറച്ച് ബലൂൺസ് എടുത്ത് വെള്ളത്തിലിട്ട് നോക്കി, അത് പൊന്തിയേ കിടക്കത്തുള്ളൂ, താഴത്തില്ല ഒരിക്കലും അല്ലേ? അപ്പം അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ലെസ് വെയിറ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ബലൂൺസ്. സോ അതുകൊണ്ട് സുഖമായിട്ട് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റും കിടക്കും. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ. അതുപോലെ നമ്മൾ കുറച്ച് കെറോസിനോ കുറച്ച് ഓയിലോ എടുത്തിട്ട് വെള്ളത്തിലിട്ടു എന്ന് വിചാരിച്ചോ, എന്താ അവസ്ഥ? അത് താഴെ പോവോ? പോവത്തില്ല. അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇതുപോലെ നിൽക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഓയിലായിക്കോട്ടെ കെറോസിൻ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യുക അല്ലേ? സോ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒബ്ജക്റ്റുകളാണ്. ഇനി സിങ്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ് നോക്കാം, നേരെ ഓപ്പോസിറ്റ് നോക്കാം നമുക്ക്. നിങ്ങളുടെ വീട്ടിലുള്ള കീ ഉണ്ടല്ലോ, ഡോർ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന കീ ഉണ്ടല്ലോ, അതെടുത്തൊന്ന് വെള്ളത്തിലിട്ട് നോക്കി, എന്തായിരിക്കും അവസ്ഥ? അത് താഴെ കിടക്കും വെള്ളത്തിൽ, അത് സിങ്ക് ചെയ്യാണ് ചെയ്യുക അല്ലേ? അപ്പം മെറ്റൽസ് ഒക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള ഭാരമുള്ള സാധനമാണ്. അത് എന്തായാലും എന്ത് ചെയ്യുള്ളൂ, വെള്ളത്തിന് അടിയിലോട്ട് പോകാൻ മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ സ്റ്റോൺ എടുത്തോ, കല്ലെടുത്തോ, അതും താഴെ ചെയ്യത്തുള്ളൂ അല്ലേ? അതൊരിക്കലും മുകളിൽ നിൽക്കില്ല, കാരണം അത്രയും വെയിറ്റ് ഉള്ള സാധനമാണ്. അത് വെള്ളത്തിന് അടിയിലോട്ട് പോകാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതെന്താണ്, സിങ്ക് ചെയ്യുന്ന എന്താണ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. സോ ഇതാ നോക്കിക്കോ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബലൂൺസ്, കോക്ക്, നമ്മൾ ഷട്ടിലൊക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കോക്കൊക്കെ ഇല്ലേ, അതൊന്നും തീരെ വെയിറ്റ് ഇല്ലാത്ത ലെസ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് ഗ്ലാസ്, മെറ്റൽസ്, സ്റ്റോണ്, കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നടാ, സിങ്ക് ചെയ്ത് താഴത്തോട്ട് പോവാണ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഒബ്ജക്റ്റുകളെ, നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കാണ് വീട്ടിൽ കാണുന്ന ഒബ്ജക്റ്റുകളെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. മിസ് ഇപ്പോൾ കുറേ എണ്ണം പറഞ്ഞല്ലേ, ഒരുപാട് ഐറ്റംസ് പറഞ്ഞു. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ സിങ്കിങ് ഫ്ലോട്ടിങ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? കുറച്ച് ഒബ്ജക്റ്റുകൾ എടുക്കുക, നമ്മൾ ഇട്ട് നോക്കുക, അത് സിങ്ക് ഫ്ലോട്ട് ചെയ്യുക, അങ്ങനെ പാറി നിൽക്കുകയാണെങ്കിൽ, താഴത്തോട്ട് വരാതിരിക്കുകയാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യാണ്, താഴത്തോട്ട് പോവുകയാണെങ്കിൽ അത് സിങ്ക് ചെയ്യണം.
അപ്പോൾ ഇത്ര കേസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ സിങ്കിങ് ആൻഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ല, ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇനിയും നമ്മുടെ ചാനലിൽ വരും. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ. സോ അതുവരെയും ബൈ ബൈ. സീ യു ഡിയേഴ്സ്. ബൈ ബൈ.